പഠിച്ചു നോക്കുമ്പോൾ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിനെന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെ എന്ത് ചെയ്തോ, ഈ ഉപ്പാപ്പ വഫാത്തായി. പിറ്റത്തെ കൊല്ലം ഉപ്പാപ്പാനെ മനസ്സിലായ പല ആളുകളും അവിടെ ഉറൂസ് നടത്താൻ തുടങ്ങി. അതിൽ പേരോഡിസം പിടിപെട്ട ചില ആളുകൾ, അന്നത്തെ ചില പേരോടന്മാരൊക്കെ അവിടെ കൂടിയിട്ട് അവിടെ ഒരു കമ്മിറ്റി, ഖിദ്മത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിനാ? ഇയാൾ വലിയല്ല, ഇയാളെ കുറിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കമ്മിറ്റി ഉണ്ടാക്കി. കേരളത്തിൽ അന്നുള്ള എല്ലാ ആലിമീങ്ങളടുത്തും ഒന്ന് ഫത്വ ചോദിച്ചുവർ. ആ ഫത്വ ചോദിച്ചിട്ട് ആ ഫത്വയിൽ ആരൊക്കെ ഒപ്പുവെച്ചു എന്നറിയോ? ഇതാ തഹ്ദീറുൽ ഇഖ്വാൻ അൻ ഇഗ്വാഇ ശൈത്താൻ, ശൈത്താൻ പേപ്പിക്കലിനെ തൊട്ട് ആൾക്കാരെ മുന്നറിയിപ്പ് നൽകുന്ന കൃതി കുത്തുബി മുഹമ്മദ് മുസ്ലിയാര്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്, സ്വതക്കത്തുള്ള മുസ്ലിയാര്, വാളപ്പുഴ അബ്ദുൽ ബാരി മുസ്ലിയാര്, അതുപോലെ ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര്, ഇങ്ങനെ തുടങ്ങി അന്ന് കേരളത്തിൽ എല്ലാ വമ്പന്മാരും ഇതിനുണ്ട്. ഇവര് ചോദ്യമാണ്, ഒരാൾ ഇങ്ങനെ ഉണ്ട്, നിസ്കാരം കാണില്ല, റമദാന്റെ പകൽ അങ്ങനെയാണ്, പിന്നെ ഇപ്പിടിയാണ്, അങ്ങനത്തെ ആൾ വലിയാവോ? അങ്ങനത്തെ ആൾ വലിയാവൂല. ഒരു മറുപടി. ഈ മഹാനെ കുറിച്ച് ഇതിലില്ലാത്ത ഒരാളാരറിയോ? മഹാനരായ ശംസുൽ ഉലമാ.